ഹലോ എവരി വൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. വെൽക്കം ടു ഈസി ഫുഡ്സ്. ഒരു ഇൻസ്റ്റൻറ്റ് ഇഡ്ഡലിയാണ് ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത്. വെജിറ്റബിൾസും റവയൊക്കെ ചേർത്തിട്ടുള്ള ഒരു ഇൻസ്റ്റൻറ്റ് റവ ഇഡ്ഡലി. നമുക്ക് ദോശമാവും ഇഡ്ഡലി മാവും ഒന്നും ഇല്ലാത്ത സമയത്ത് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റാണ്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കൂടെ നോട്ടിഫിക്കേഷൻ ബെല്ല് കൂടെ പ്രസ് ചെയ്യണം. ഇൻസ്റ്റൻറ്റ് റവ ഇഡ്ഡലി തയ്യാറാക്കാൻ വേണ്ടി എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് നോക്കാം. വീഡിയോയിലേക്ക് പോവാം. പാനിലേക്ക് അല്പം എണ്ണ ഒഴിച്ച് ഇതിലേക്ക് 1/2 സ്പൂൺ ഇഞ്ചി ചതച്ചതും 1 സ്പൂൺ പച്ചമുളക് അരിഞ്ഞതും 2 സ്പൂണോളം വലിയുള്ളി അരിഞ്ഞതും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. ഒരുപാട് നേരം വഴറ്റണമെന്നൊന്നുമില്ല. ഇത് വഴന്നതിന് ശേഷം ഇതിലേക്ക് 1/4 കപ്പ് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തതും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. അടുത്തതായിട്ട് ഇതിലേക്ക് ഒരല്പം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇത് ഓപ്ഷണലാണ്, വേണമെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. ആ ഒരു മഞ്ഞ കളർ ഇഷ്ടമാണെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. ഇനി അടുത്തതായിട്ട് ചേർത്ത് കൊടുക്കാനുള്ളത് 1 കപ്പ് റവയാണ്. കറക്റ്റ് 1 കപ്പ് റവ ചേർത്ത് കൊടുക്കണം. ഇത് നന്നായിട്ട് വഴറ്റിയതിലേക്ക് ചേർത്തിട്ട് അതിൻ്റെ റോസ്റ്റ് ചെയ്ത മണം കിട്ടുന്നത് വരെ നന്നായിട്ട് വറുത്തെടുക്കണം. ഞാനിവിടെ ക്യാരറ്റ് മാത്രമേ യൂസ് ചെയ്തിട്ടുള്ളൂ. നിങ്ങൾക്ക് ഇതിലേക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസ് കൂട്ടി കൊടുക്കാം. വറുത്തെടുത്ത റവ നമുക്ക് ഇനി ഒരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി ഇതിലേക്ക് നമുക്ക് ഒരല്പം മല്ലിയില അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കണം. പിന്നീട് ചേർക്കാനുള്ളത് തൈരാണ്. ഞാനൊരു 3/4 കപ്പോളം തൈര് ഇവിടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ തൈര് ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. പക്ഷേ ഈ തൈര് മാത്രം മതിയാവില്ല, കുറച്ചുകൂടെ വെള്ളമൊക്കെ ചേർത്ത് കൊടുക്കേണ്ടി വരും. എന്നാലും നമുക്കൊരു കൺസിസ്റ്റൻസി നോക്കാൻ വേണ്ടിയിട്ട് തൈര് ചേർത്തിട്ട് ആദ്യം നന്നായിട്ട് റവ മിക്സ് ചെയ്യണം. കുറേശ്ശെയായിട്ട് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് വേണ്ട കൺസിസ്റ്റൻസിയിലേക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ആദ്യം തന്നെ ഒരുപാട് വെള്ളം ഒഴിച്ചെടുക്കരുത്. ആവശ്യമായ ഉപ്പും ചേർത്ത് കൊടുക്കണം. അല്പം ഒഴിച്ചു കൊടുത്ത് മിക്സ് ചെയ്ത് വീണ്ടും ആ കൺസിസ്റ്റൻസി വന്നോ എന്ന് നോക്കി ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രം വെള്ളം ചേർത്ത് കൊടുത്താൽ മതി. ഒരു 10-15-20 മിനിറ്റ് നേരം ഒന്ന് മാറ്റി വെച്ചേക്ക്. കാരണം റവ ഒന്ന് വെള്ളം കുടിക്കണ പാകമുണ്ട്. അപ്പോൾ ചിലപ്പോൾ ഒന്ന് ടൈറ്റ് ആവും. നമുക്ക് തട്ടിലേക്ക് ഒഴിക്കാൻ നേരത്ത് ഒന്നും കൂടെ കൺസിസ്റ്റൻസി ഉറപ്പ് വരുത്തിയതിന് ശേഷം പാകത്തിന് മിക്സ് ചെയ്തിട്ട് വേണം ഇഡ്ഡലി തട്ടിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ. ഇനി നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. സാധാ ഇഡ്ഡലിനെ പോലെ വെയിറ്റ് ചെയ്യും വേണ്ട, പെട്ടെന്നായി കിട്ടും റവ ആയതുകൊണ്ട് തന്നെ. അപ്പം നമ്മുടെ റവ വെജിറ്റബിൾ ഇഡ്ഡലി റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഈ ഒരു സിമ്പിൾ ബ്രേക്ക്ഫാസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഹെൽത്തിയുമാണ്, ഈസിയുമാണ് ഉണ്ടാക്കാൻ. വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം, നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കണം, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ ചാനൽ. മറ്റൊരു ഈസി റെസിപ്പിയുമായി അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ. താങ്ക് യു.